അല്ല ഇന്നാണ് പോണിട്ടാ. സൂപ്പർ ധൈര്യമായിട്ട് പോയിക്കോ. നട്ടപ്പാതിരക്കാണ് പോണട്ടാ. ധൈര്യമായിട്ട് പോയിക്കോടോ. അല്ല എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ പോണ്ട ചെലവും അതിന്റെ എല്ലാ ചെലവും ഞാനാണ് തരും. എനിക്ക് ഗ്യാരണ്ടി. എനിക്ക് പറഞ്ഞതൊന്നുണ്ട്. രാത്രി 12 മണിക്ക് ശേഷം തുറന്നു. സമയം 12:22. ഇതാ എല്ലാവരും റെഡിയാണ്. പക്ഷെ ഹോട്ടൽ തുറക്കുന്ന സമയം കുറച്ചും കൂടെ വൈകുമെന്ന് പറഞ്ഞപ്പോഴേ ആ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണം കേട്ടോ. തന്നെ ഹോട്ടൽ ന്യൂ ബദരിയ തുറന്നിട്ടില്ല. കാക്കാനോട് ചോദിച്ചു നോക്കാം എപ്പോഴാ തുറക്കറിന് കട ബദരിയ? ആദ്യം കുറച്ച് നേരത്തെ തുറന്നു. 2:30 ഭക്ഷണമാവോ? ഈ പ്രദേശത്ത് മാത്രം എന്താ അങ്ങനെ കുറേ കടകൾ തുറന്ന് പിന്നെ അത് 24 മണിക്കൂറാണ്. നമ്മളും ഇതേമാതിരി 24 മണിക്കൂർ തന്നെ. ഇപ്പൊ ഒരു 2-3 മണിക്കൂർ മാത്രം കിട്ടും. നമ്മളൊരു 3:30-4 മണിക്കൂർ മെഡിക്കൽ സ്റ്റോർ ഉണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. രാത്രി 12 മണിക്ക് തുടങ്ങിയിട്ട് ഉച്ചക്ക് 12 മണി വരെ ഉണ്ടാകുന്ന ഒരു ഹോട്ടലിൽ വളരെയധികം ടേസ്റ്റുള്ള കുറച്ച് ഭക്ഷണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ രുചിയൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നട്ടപ്പാതിരക്ക് വന്നതാണ്. വന്നിവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് തുറക്കണമെങ്കിൽ ഏകദേശം 2:30 ആവും എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 2:20 ഹോട്ടലിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. എന്തായാലും വിശേഷങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നേരിട്ട് കണ്ടറിയാം. ഞാൻ തന്നെയാണ് സെറ്ററൊക്കെ തുറക്കുന്നത്. എന്തായാലും എല്ലാം റെഡിയാണ്. ഇതിൻ്റെ ഉള്ളിൽ വിശദമായിട്ട് വിശേഷങ്ങൾ അറിയാം. നേരെ ചെന്നത് കിച്ചണിക്കാണ്. പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടൻ ചാപ്സ്, മട്ടൻ ചാപ്സ്, കുരുമുളകിട്ട് വരട്ടിയ ലിവർ, ഓരോരോ ചെമ്പിങ്ങനെ തുറക്കുമ്പോണ്ടാണ് മണമുണ്ടല്ലോ. ഇതൊന്നും പറ്റാത്തവർക്ക് ഗ്രീൻ പീസും ഉണ്ട്. എന്തായാലും രാത്രി ഒപ്പം കഴിക്കാൻ കിട്ടുക വെള്ളപ്പും പുട്ടുമാണ്. ഞങ്ങൾ കയറി കണ്ടപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു ഹോട്ടൽ ഇട്ടാ. നല്ല കിച്ചണായാലും മറ്റുള്ള അവർ സെർവ് ചെയ്യുന്ന രീതിയാലൊക്കെ ഭയങ്കര വൃത്തിയിലാണ് ഞങ്ങൾ കണ്ടത്. എന്തായാലും സാധനത്തി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല രുചിയുള്ള ഭക്ഷണം കേട്ടാ. അതായത് ഈ രാത്രിയും നല്ല ചൂടുള്ള ഭക്ഷണം കൂടെ ആകുമ്പോൾ ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മട്ടൻ ചാപ്സും കുട്ടൻ ചാപ്സും വേറെ ലെവലാണ്. പിന്നെ കുരുമുളകിട്ട് വരട്ടിയ ലിവറും ഈ ഇതിൻ്റെ ഗ്രേവിയിൽ നിന്ന് നമുക്ക് ഒന്നും എടുത്തൊഴിവാക്കില്ല. ഒരു ജ്യൂസി ടൈപ്പ് സാധനമാണ്. ഭയങ്കര രസമുള്ള. സത്യത്തിൽ ഇതിൻ്റെ ഇറച്ചിയുടെ ആവശ്യമേ തോന്നുന്നില്ല. ഭയങ്കര രസമുള്ള. അത് നിങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫീൽ അറിയാൻ പറ്റും. ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്ന് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഈ സ്ഥലം ഒന്ന് പോയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നോക്കണം. മട്ടനായാലും കുട്ടനായാലും ഒക്കെ ഭയങ്കര മയമുള്ള ഭയങ്കര ടേസ്റ്റ്. നല്ല ചൂടുള്ള പുട്ടാണെങ്കിൽ പുട്ടുക്കൊന്നും വേണ്ട. ശരിക്കും പോലെ അതിൻ്റെ ഗ്രേവി മാത്രം ഒന്ന് ഒഴിച്ചിട്ട് വച്ചിങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രുചിയാണ്. എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളി. പൊറോട്ട നിർബന്ധമായിട്ടും വേണമെന്ന് താല്പര്യമുള്ള ആളുകൾ രാവിലെ പോകണം. ഇവിടെ രാവിലെ മാത്രമാണ് പൊറോട്ട ഉള്ളൂ. രാത്രി ഈ പറഞ്ഞ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ രാത്രിയാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് പറഞ്ഞ ആൾ ഷംസു പ്രത്യേകിച്ച് പറയുന്നത് രാത്രി പോകണട്ടാന്നുള്ളത്. രാത്രി ഇവിടെ ഒരു പ്രത്യേക വൈബാണ്. ഭയങ്കര രസമാണ്. പിന്നെ ഇതിൽ ഇവരുടെ ഈ ഗ്രേവി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇതിൽ നിന്ന് ഒന്നും ഒഴിവാക്കാനില്ല. ഭയങ്കര ജ്യൂസി ടൈപ്പ് ഗ്രേവി ആയതുകൊണ്ട് നമുക്ക് ഈ പുട്ടിലായാലും വെള്ളപ്പത്തിലായാലും ഒക്കെ ഇതിങ്ങനെ കുഴച്ച് കഴിക്കുമ്പോണ്ടല്ലോ ഭയങ്കര രസമാണ്. എന്തായാലും വീഡിയോ ഇതൊരിട്ടം കാണുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് പോയിക്കാണ്ട് നിങ്ങൾ ഒരിട്ടെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കണം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കും വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ വാപ്പ തുടങ്ങിയൊരു ഹോട്ടലാണത്. അദ്ദേഹത്തിന് കുറച്ച് പ്രായമൊക്കെ ആയതുകൊണ്ട് രാത്രി ഉറക്കൊഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ പറ്റിയില്ല. എന്തായാലും പകൽ പോയിട്ട് അയാളെ എന്തായാലും ഒന്ന് പരിചയപ്പെടുന്നുണ്ട്. കാരണം ഇത്ര നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാണ്ട് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരാളെ തീർച്ചയായിട്ടും നമുക്കൊന്ന് കാണണമല്ലോ. എന്തായാലും ഈ ഗ്രേവി കൊണ്ട് കഴിച്ചിട്ട് പൂതി കിട്ടണില്ല. തൽക്കാലം ഞങ്ങൾ ഇന്നത്തെ ഭക്ഷണം കഴിക്കൽ നിർത്തുകയാണ്. എന്തായാലും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഇവിടെ പോയി ഭക്ഷണം കഴിക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. വീഡിയോ കാണുന്ന നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ പോയി കഴിച്ചോളി. എന്തായാലും നിങ്ങൾക്ക് ഒരു നഷ്ടമാവില്ല. എല്ലുള്ള പീസ് ലിവർ ഉണ്ടല്ലോ, കുരുമുളക് ഇട്ട് കണ്ടിട്ടുള്ള സ്പെഷ്യൽ ടേസ്റ്റാട്ടാ. എന്തായാലും ഈ സ്ഥലം മിസ്സാക്കണ്ട. സൂപ്പർ സ്പോട്ടാണ്. ഒരു ലിവറും വേണം, അതിന് ഗ്രേവി മാത്രം മതി. സംസോ താങ്ക് യു.
അപ്പോൾ ഏകദേശം 12 മണി തൊട്ടിട്ട് കാത്തിരുന്നിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തിറങ്ങിക്കണേ. അപ്പോൾ ഷംസു പറഞ്ഞു തന്ന സ്ഥലം അടിച്ചപ്പൊളി സ്ഥലമാണ്. തിരൂര് ചമ്രവട്ട റൂട്ടിൽ ആലിങ്ങലാണ് ലൊക്കേഷന്. ഹോട്ടൽ ന്യൂ ബദരിയ. തീർച്ചയായിട്ടും ഈ സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്യണം. അടിപൊളി ഫുഡാണ്, ഒരു സംശയമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.